നമസ്കാരം. വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാമൂഹിക മാറ്റത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. കേരള വിഷൻ കോർപ്പറേറ്റുകളുടെ ചൂഷണം തടഞ്ഞതായും സ്പീക്കർ. COA സംസ്ഥാന കൺവെൻഷന് തുടക്കം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് 2000-ലധികം പേർക്ക്. 60,000 രൂപ അടച്ചാൽ 1.25 ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം. ഇതായിരുന്നു വാഗ്ദാനം. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിയായ 19-കാരി കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കടവ് റോഡിന് സമീപത്തെ അനാമിക. ധർമ്മടം അണ്ടല്ലൂർക്കാവ് തിറ മഹോത്സവത്തിന്റെ വരവറിയിച്ച് മൺകലങ്ങളുമായി വിൽപ്പനക്കാരെത്തി. ഉത്സവം ഫെബ്രുവരി 13-ന്. വാർത്തകൾ വിശദമായി. സാമൂഹിക മാറ്റത്തിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. കേരള വിഷൻ കോർപ്പറേറ്റുകളുടെ ചൂഷണം തടഞ്ഞതായും സ്പീക്കർ പറഞ്ഞു. കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 14ാമത് സംസ്ഥാന കൺവെൻഷന് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. COA ഇനിയും ശക്തിപ്പെടണം. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും നൽകാത്ത പ്രാധാന്യം കേരള വിഷൻ ന്യൂസ് നൽകുന്നുവെന്നും സ്പീക്കർ പറഞ്ഞു. ചുരുങ്ങിയ കാലം കൊണ്ട് 50,000 പേർക്ക് ഡയറക്റ്റും അതിലേറെ പേർക്ക് ഇൻഡയറക്റ്റുമായി ജോലി ചെയ്യാൻ സാധിക്കുന്നൊരു സംവിധാനമായി ഇത് മാറി. ഇത് ഇനിയും ശക്തിപ്പെട്ട് മുന്നോട്ട് പോകണം. ഞാൻ ഒന്നേ പറയുന്നുള്ളൂ, ഇങ്ങനെ തന്നെ നിന്നിട്ടില്ലേ സംഗതി പോക്കാണ്. ഓർഗനൈസ്ഡായി ഇതുപോലെ ചിട്ടയോടെ ശക്തമായി നിന്നില്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ നിങ്ങൾ ഒലിച്ചു പോകും. എപ്രകാരമാണോ വൈദ്യുതി ഇല്ലാതെ നമുക്ക് നിൽക്കാൻ സാധിക്കാത്തത്, അതുപോലെ നിങ്ങളില്ലെങ്കിൽ ഇപ്പോൾ നിൽക്കാൻ കഴിയുന്ന ഫാക്റ്റാണ്. കേരളീയ സമൂഹത്തിനകത്ത് സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു ഗ്രൂപ്പായി നിങ്ങൾ മാറി എന്നുള്ളതാണ്. ഇതൊരു ചെറുത്തുനിൽപ്പാണ്. പ്രത്യേകിച്ച് ഈ ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് കോർപ്പറേറ്റ് മുതലാളിമാർ എല്ലാ ചാനലുകളും വിഴുങ്ങാൻ ശ്രമിക്കുമ്പം നിങ്ങളുടെ സ്വാഗത ഭാഷകൻ പറഞ്ഞ കാര്യം കോർപ്പറേറ്റോട് കൺഫ്രണ്ട് ചെയ്തു പോകുന്നു എന്നുള്ളതാണ്. ഈ ചെറുത്തുനിൽപ്പ് തുടർന്നു പോകാൻ കഴിയണം. ചടങ്ങിൽ സംസ്ഥാന മാധ്യമ പുരസ്കാരം നേടിയ കേരള വിഷൻ ന്യൂസ് എക്സിക്യൂട്ടീവ് എഡിറ്റർ MS ബനേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച ക്യാമറാമാനുള്ള പുരസ്കാരം നേടിയ സനോജ് പയ്യന്നൂർ എന്നിവരെ സ്പീക്കർ ആദരിച്ചു. ചടങ്ങിൽ ആന്റണി രാജു MLA അധ്യക്ഷനായി. COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി PB സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് 2000-ലധികം പേർക്ക്. മൂവാറ്റുപുഴയിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് കണ്ണൂരിലും തട്ടിപ്പ് നടത്തിയത്. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു തട്ടിപ്പ്. 60,000 രൂപ അടച്ചാൽ 1.25 ലക്ഷത്തിന്റെ ഇരുചക്ര വാഹനം. ഇതായിരുന്നു വാഗ്ദാനം. തട്ടിപ്പിൽ കുടുങ്ങിയതേറെയും സ്ത്രീകൾ. പ്രാദേശിക തലത്തിൽ സീഡ് സൊസൈറ്റികൾ സ്ഥാപിച്ചായിരുന്നു തട്ടിപ്പിന്റെ തുടക്കം. സാമൂഹ്യ പ്രവർത്തകരെയും പ്രാദേശിക രാഷ്ട്രീയ നേതാക്കളെയും സൊസൈറ്റിയുടെ കോർഡിനേറ്റർമാരായി നിയമിച്ചു. ജില്ലയുടെ വിവിധ മേഖലകളിൽ നിന്ന് ആയിരക്കണക്കിന് പേരാണ് സൊസൈറ്റിയിൽ അംഗത്വം എടുത്തത്. പകുതി വിലയ്ക്ക് ഓണക്കിറ്റും ഗൃഹോപകരണങ്ങളും നൽകി ആദ്യം ജനങ്ങളുടെ വിശ്വാസം ആർജിച്ചു. പിന്നാലെയായിരുന്നു ഇരുചക്രവാഹനം എന്ന വാഗ്ദാനം. 50,000 മുതൽ 60,000 രൂപ വരെയാണ് പലരിൽ നിന്നും പിടിച്ചെടുത്തത്. 100 ദിവസത്തിനകം വാഹനം വീട്ടിലെത്തിക്കുമെന്നായിരുന്നു വാഗ്ദാനം. മാസങ്ങൾ കഴിഞ്ഞതോടെയാണ് തട്ടിപ്പെന്ന് വ്യക്തമായത്. വൻകിട കമ്പനികളുടെ CSR ഫണ്ട് ഉപയോഗിച്ചാണ് സ്കൂട്ടറുകൾ പകുതി വിലയ്ക്ക് നൽകുന്നത് എന്നായിരുന്നു കമ്പനിയുടെ വിശദീകരണം. സ്കൂട്ടറിന് പുറമെ ലാപ്ടോപ്പ്, തയ്യൽ മെഷീൻ തുടങ്ങിയവയുടെ പേരിലും തട്ടിപ്പ് നടന്നു.
കണ്ണൂർ, വളപട്ടണം, മയ്യിൽ, ശ്രീകണ്ഠാപുരം, തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷനുകളിലായി 2000-ഓളം പേരാണ് ഇതുവരെ പരാതിയുമായി എത്തിയത്. അതായത് ഒരു സീഡ് സൊസൈറ്റി എന്ന് പറഞ്ഞ പേരിൽ 2 വീലർ പിന്നെ ഹോം അപ്ലയൻസസ് അങ്ങനെയെല്ലാം കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള ഒരു പദ്ധതിയായിരുന്നു ഇത്. അത് മാത്രമല്ല ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അതെല്ലാം അവർ വിതരണം ചെയ്തിട്ടുണ്ട്. തയ്യൽ മെഷീൻ പോലുള്ള സാധനങ്ങളെല്ലാം വിതരണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഈ പ്രശ്നം വന്നതെന്ന് വെച്ചാൽ 2 വീലറിന് ഹോം അപ്ലയൻസസിനാണ്. അപ്പോൾ അനന്ത് കുറേ കാലം അവർ പറഞ്ഞ ഒരു 100 വർക്കിംഗ് ഡേയ്സ് ആയിരുന്നു പറഞ്ഞത്. വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് 100 വർക്കിംഗ് ഡേയ്സ്. ഈ 100 വർക്കിംഗ് ഡേയ്സ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളെല്ലാം ചോദിക്കാൻ തുടങ്ങി എപ്പോഴാണ് തരിക, എപ്പോഴാണ് തരിക. അപ്പോൾ ഇവർ ഓരോ അവധി പറഞ്ഞ് അങ്ങ് പോയി. ലാസ്റ്റ് അവർ പറഞ്ഞ അവധിയാണ് ജനുവരി 31 എന്ന് പറയും. ജനുവരി 30 രാത്രി അനന്തകൃഷ്ണൻ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ന്യൂസ് കിട്ടിയപ്പോൾ ഞങ്ങൾ അവരോട് ചോദിച്ചു, ഈ പ്രൊമോട്ടേഴ്സ്മാരോട് വാട്സപ്പ് ഗ്രൂപ്പിൽ ചോദിച്ചു. പക്ഷേങ്കിൽ അവർ പറഞ്ഞത് അപ്പോൾ അനന്തകൃഷ്ണൻ പോലീസ് സ്റ്റേഷനിലുള്ള കുറച്ച് വോയിസ് നമുക്ക് തരുന്നത്. അപ്പോൾ നമ്മൾ അനന്തകൃഷ്ണനെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയെന്നാണ് ഈ മോഹനൻ എന്ന് പറയുന്ന അടക്കമുള്ള പ്രൊമോട്ടേഴ്സ് പറഞ്ഞത്. അപ്പോൾ പറ്റിക്കപ്പെട്ടു എന്ന് അറിഞ്ഞിട്ട് പിന്നെ അയാളെ ജാമ്യത്തിൽ ഇറക്കാം എന്നുള്ള ഒരു അപ്പോൾ നമ്മളെ കൂടെ നിന്നില്ല. നമ്മൾ കേസ് കൊടുക്കുന്നു, നാളെ പോകുന്ന കേസ് കൊടുക്കുന്നു പറഞ്ഞപ്പോൾ ശനിയാഴ്ച രാവിലെ വരെ നമ്മളെ കുറേ ആൾക്കാരെ പേഴ്സണലി വിളിച്ചിട്ട് അവർ പറഞ്ഞു നിങ്ങൾ കേസിന് പോകരുത്, നിങ്ങൾ കേസിന് പോയാൽ അയാൾക്ക് ജാമ്യം കിട്ടില്ല, ജാമ്യം കിട്ടാണ്ടെന്നാൽ പിന്നെയും ലേറ്റ് ആവും, നിങ്ങൾക്ക് വണ്ടിയും കിട്ടില്ല, അപ്പം നിങ്ങൾക്ക് പൈസയും കിട്ടില്ല. പകുതി പൈസ കൊടുക്കുന്നതുകൊണ്ട് അങ്ങനെ നമ്മൾ ഈ സ്കീമിൽ ചേർന്നത് 320 രൂപ മെമ്പർഷിപ്പ് കൊടുത്തിട്ടാണ് നമ്മളിതിൽ വന്നത്. ഫസ്റ്റ് ഇവർ ലാപ്ടോപ്പല്ലായിരുന്നു കൊടുത്തത്, പിന്നെ ഞാൻ 2 വീലറിലേക്ക് വന്നത്. ഇതിപ്പോൾ കിട്ടാതായപ്പോഴാണ് ഇങ്ങനെ പരാതി വന്നത്. ഇപ്പോൾ 100 ദിവസമാണ് അവർ ടൈം പറഞ്ഞത്. 100 ദിവസം കഴിഞ്ഞ് ഇതിപ്പോൾ പോലീസ് എന്താ ഇവിടുന്ന് ഇപ്പം പോലീസ് ഇപ്പം നമ്മളിതിൻ്റെ കോർഡിനേറ്റർ കണ്ണൂർ ബ്ലോക്കിൻ്റെ കോർഡിനേറ്റർ പരാതി പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ആവശ്യം എന്ന് വെച്ചാൽ കോർഡിനേറ്റർക്കും പിന്നെ പ്രൊമോട്ടർക്ക് എതിരെ നമ്മൾ പരാതി കൊടുക്കും. നമുക്ക് ഈ അനന്തകൃഷ്ണൻ എന്ന് പറഞ്ഞവരെ നമുക്ക് അറിഞ്ഞുകൂടാ. ഇവർ പരിചയപ്പെടുത്തിയെന്നല്ലാണ്ട് നമ്മൾ ഇവരെ കണ്ടിട്ടില്ല. അന്ന് ഉദ്ഘാടന സമയത്ത് അവരെ കണ്ടിരുന്നല്ലാണ്ട് നമ്മൾ അവരായിട്ട് ഒരു ഇതുമില്ല. പക്ഷെ അവർ പറഞ്ഞ അക്കൗണ്ടിലാണ് നമ്മൾ കേസ് കൊടുത്തത്. Single person. There are a lot of people around here who want to complain against this Mohan, who is the chief coordinator of our Kannur block, and promoters Sakina, Reena, Sheila, Pushpajan and DPM Rajamani. But here we are not getting justice from anyone. So we are waiting here to get justice from the Department of Police. So we are here for the justice and we want your support. So please support us. What is the incident? Actually, the incident is cheating. Actually, the promoters and the panchayat members canvassed us. Actually, the panchayat member put a message of a poster which is of 50% subsidy for the poor ones. പകുതി തുകയ്ക്ക് ഇരുചക്രവാഹനം നൽകുമെന്ന തട്ടിപ്പിൽ നീതി ലഭിക്കാത്തതിനാൽ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തി. എഫ്ഐആർ ഇടാത്ത പോലീസ് നടപടിയിലാണ് പ്രതിഷേധം. വിജിൽ മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടന്നത്. പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഘത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് പറഞ്ഞു. കണ്ണൂർ ജില്ലയിലും അതുപോലെ കേരളത്തിൽ പല ജില്ലകളിലുമായിട്ട് ഒരു പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ നിങ്ങൾ കണ്ടു കാണും. കണ്ണൂർ ജില്ലയിൽ പ്രധാനമായിട്ടും കണ്ണൂർ സിറ്റിയിൽ പ്രത്യേകിച്ചിട്ടും വളപട്ടണം, മയ്യിൽ, അതുപോലെ കണ്ണൂർ ടൗൺ, ഈ 3 പോലീസ് സ്റ്റേഷനുകളും കേന്ദ്രീകരിച്ചിട്ടാണ് നമ്മൾക്ക് സീഡ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് 50% നിരക്കിൽ വാഹനങ്ങൾ നൽകാം എന്ന ഓഫറിൽ പൈസ വാങ്ങിക്കുകയും എന്നാൽ പിന്നീട് വാഹനം ഡെലിവറി ചെയ്യാതെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുള്ളതും. കണ്ണൂർ സിറ്റിയിൽ ഏകദേശം 700ഓളം പരാതികളാണ് നമ്മൾക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കണ്ണൂർ ടൗണിൽ 168/25 എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു FIR പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ 1.5 വർഷക്കാലം പലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ, പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരെ മെമ്പർമാരാക്കുകയും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ അലങ്കാര ചെടികൾ, വീൽ ചെയർസ്, അതുപോലെ 2 വീലേഴ്സ് ഇതൊക്കെയും നൽകാം എന്നുള്ളൊരു ഓഫറിൽ അവരെല്ലാവരും പണം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് പ്രോമിസ് ചെയ്ത ഒരു ഡേറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്യാത്തയും ചെയ്ത രീതിയിലേക്കുള്ള തട്ടിപ്പാണ് ഇതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കൽ. ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരാതികളും ഊർജിതമായിട്ട് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരുടെയും ഇതിൽ വിക്ടിമായിട്ടുള്ള മുഴുവൻ പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും.
ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ മുഴുവൻ പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തി. സ്ഥാപനത്തിൽ പോലീസ് റെയ്ഡ് നടത്തി. രേഖകളും കമ്പ്യൂട്ടറുകളും പിടിച്ചെടുത്തു. ഓഫീസ് പൂട്ടി സീൽ ചെയ്തു. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിയായ 19കാരി കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ. കടവ് റോഡിന് സമീപത്തെ അനാമികയാണ് മരിച്ചത്. കർണാടക രാമനഗരിയിലെ ദയാനന്ദ സാഗർ കോളേജിൽ 1ാം വർഷ BSc നഴ്സിംഗ് വിദ്യാർത്ഥിനിയായിരുന്നു. ഹോസ്റ്റൽ മുറിയിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹരോഹള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ധർമ്മടം അണ്ടല്ലൂർക്കാവ് തിറ മഹോത്സവത്തിന്റെ വരവറിയിച്ച് മൺകലങ്ങളുമായി വിൽപ്പനക്കാരെത്തി. ഉത്സവകാലത്ത് പുതിയ മൺപാത്രങ്ങളിൽ ഭക്ഷണം പാകം ചെയ്യുക എന്നത് പ്രദേശവാസികൾക്ക് നിർബന്ധമാണ്. അണ്ടല്ലൂർക്കാവ് പരിസരത്ത് ഉത്സവ വരവറിയിച്ച് പതിവ് തെറ്റാതെ ഇക്കുറിയും മൺപാത്രങ്ങളുമായി വിൽപ്പനക്കാരെത്തി. മത്സ്യം പാകം ചെയ്ത മൺപാത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി ഉത്സവകാലത്ത് പുത്തൻ കലങ്ങളാണ് ധർമ്മടം, അണ്ടല്ലൂർ, പാലയാട്, മേലൂർ ദേശങ്ങളിലെ വീടുകളിൽ ഉപയോഗിക്കുക. അത് പ്രദേശവാസികൾക്ക് ഏറെ പ്രധാനവുമാണ്. ഇതിൽ ഒരൊറ്റ വീട്ടിലും മത്സ്യം കയറ്റില്ല. ഹിന്ദു ആയാലും മുസ്ലിം ആയാലും ആരായാലും മത്സ്യം കൊണ്ടുവരാൻ പാടില്ല, ഇറച്ചി വെക്കാൻ പാടില്ല. അതാണ് ഇവിടുത്തെ ഇത്. എല്ലാ വീട്ടിലും പോയിട്ട് പറയൂ, അല്ല ഒരൊറ്റ വീട്ടിലും മത്സ്യവും മാംസവും കയറ്റില്ല. പാത്രങ്ങളെല്ലാരും മേടിക്കോ? പാത്രങ്ങളെല്ലാവരും വന്ന് മേടിക്കും, ആരും ഒഴിവായില്ലാണ്ട് മേടിക്കും. പാലക്കാട്, വടകര, കുറ്റ്യാടി എന്നിവിടങ്ങളിൽ നിന്നുള്ള സംഘങ്ങളാണ് ഇത്തവണയും മൺപാത്ര വിൽപ്പനയ്ക്കായി എത്തിയത്. വിവിധ വലുപ്പത്തിലും രൂപത്തിലുമുള്ള മൺകലങ്ങളുണ്ട്. 10 മുതൽ 600 രൂപ വരെയാണ് സാധനങ്ങളുടെ വില. മൺകലങ്ങൾക്ക് പുറമെ പൂച്ചട്ടി, കറുപ്പുചട്ടി, പാലക്കാടൻ ചട്ടി, വടകര ചട്ടി എന്നിങ്ങനെ വിവിധ ചട്ടികളും കുടുക്ക എന്നിവയ്ക്ക് പുറമെ കൂജ, ഒറോട്ടക്കല്ല്, ഗ്ലാസ്, അച്ചാർ ഭരണി, ജഗ്, കാതുള്ള ചട്ടി, ഉരുളിച്ചട്ടി, അടുപ്പ്, ഫിൽറ്റർ, ഭണ്ഡാരം, കളിപ്പാത്രങ്ങൾ തുടങ്ങിയവയുമുണ്ട്. ഫെബ്രുവരി 13 മുതൽ 19 വരെയാണ് അണ്ടല്ലൂർക്കാവിൽ ഉത്സവം നടക്കുക. വികസന പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതിൽ നിലനിൽക്കുന്ന തടസ്സങ്ങൾ മാറ്റി സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കുകയെന്ന ലക്ഷ്യത്തോടെ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ തദ്ദേശ തലത്തിൽ പ്രത്യേക യോഗം ചേർന്നു. KP മോഹനൻ MLA-യുടെ അധ്യക്ഷതയിലാണ് 4 ദിവസങ്ങളിലായി പഞ്ചായത്ത് നഗരസഭാ തല യോഗം ചേർന്നത്. തദ്ദേശ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ M. സുർജിത്ത് നേതൃത്വം നൽകിയ യോഗത്തിൽ ബന്ധപ്പെട്ട നിർവഹണ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും പങ്കെടുത്തു. MLA-യുടെ ആസ്തി വികസന, പ്രത്യേക വികസന, വെള്ളപ്പൊക്ക നിവാരണ പദ്ധതികളുടെ പുരോഗതിയാണ് യോഗം വിലയിരുത്തിയത്. വിവിധ വകുപ്പുകളുടെ ഏകോപനം സാധ്യമാക്കി കൃത്യമായും വേഗത്തിലും പദ്ധതികൾ യാഥാർത്ഥ്യമാക്കാൻ കൂട്ടായ പരിശ്രമം ഉണ്ടാകണമെന്ന് MLA നിർദ്ദേശിച്ചു. എയ്ഡഡ് വിദ്യാലയങ്ങൾക്കുള്ള ഫണ്ടിന്റെയും റോഡ് നവീകരണത്തിന്റെയും കാര്യത്തിൽ സർക്കാർ തലത്തിൽ പുതിയ തീരുമാനം വരേണ്ടതുണ്ടെന്നും നിയമസഭാ സമ്മേളനത്തിൽ ഇക്കാര്യം ചൂണ്ടിക്കാട്ടുമെന്നും MLA പറഞ്ഞു. ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി റോഡിൽ കുഴിയെടുത്തെങ്കിലും പലയിടത്തും പൂർവ്വസ്ഥിതിയിലാക്കി നൽകാത്തതിനാൽ തുടർ പ്രവൃത്തികൾക്ക് തടസ്സമുണ്ടെന്ന കാര്യം യോഗം വിലയിരുത്തി. ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുന്നതിന് ഇടപെടലുണ്ടാവുമെന്നും KP മോഹനൻ MLA പറഞ്ഞു. തദ്ദേശ സ്ഥാപന തലത്തിൽ നടന്ന യോഗത്തിൽ സെക്രട്ടറിമാർ, അധ്യക്ഷന്മാർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പന്നിന്നൂർ പഞ്ചായത്തിലെ 3ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയായി മുസ്ലിം ലീഗിലെ MV അബ്ദുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. UDF നേതാക്കളോടൊപ്പം എത്തി പന്നിന്നൂർ പഞ്ചായത്ത് സെക്രട്ടറി MV ഷീജയ്ക്ക് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പന്നിന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കെ അന്തരിച്ച CK അശോകൻ പ്രതിനിധാനം ചെയ്ത 3ാം വാർഡിൽ 24-നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം വ്യാഴാഴ്ച പൂർത്തിയാകും. UDF സ്ഥാനാർത്ഥിയായി MV അബ്ദുള്ളയാണ് മത്സരിക്കുന്നത്. ഏണി അടയാളത്തിൽ 3ാം വാർഡിൽ നിന്നും ഇത് 2ാം തവണയാണ് താഴെച്ചമ്പാട്ടെ മാര്യൻ വീട്ടിൽ MV അബ്ദുള്ള മത്സരിക്കുന്നത്. താഴെച്ചമ്പാട് ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് കൂടിയായ അബ്ദുള്ള ഏറെ വർഷം നീണ്ട പ്രവാസ ജീവിതത്തിന് ശേഷമാണ് നാട്ടിലെത്തിയത്. ഷാഹിദയാണ് ഭാര്യ. അർഷിന, അഷ്മിന, അഫ്സിന, അസ്ലഹ ഷെറിൻ എന്നിവർ മക്കളാണ്.
പന്നിന്നൂർ പഞ്ചായത്തിൽ പ്രതിപക്ഷം വേണമെന്ന് ഭരണപക്ഷത്തുള്ളവർ ആഗ്രഹിക്കുന്നുണ്ടെന്ന് MP അബ്ദുള്ള പറഞ്ഞു. പന്നിന്നൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുത്തിരിക്കുകയാണ്. ഈ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷം ഇല്ല എന്ന് ഭരണപക്ഷത്തുള്ളവർ തന്നെ അതിൽ ദുഃഖിതരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പഞ്ചായത്തിൽ ഒരു മാറ്റം വരണം എന്ന ആഗ്രഹത്തോടു കൂടി മത്സരിക്കാൻ തീരുമാനിച്ചത്. എല്ലാവരുടെയും സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. UDF നേതാക്കളായ K. ശശിധരൻ, ബഷീർ ചെറിയാണ്ടി, TP പ്രേമനാഥ്, PK ഹനീഫ, കാവിൽ മഹമ്മൂദ്, റഹീം ചമ്പാട്, ആഷിഫ് നെല്ലൂർ, ജാഫർ ചമ്പാട്, സരീഷ് മാക്കുനി എന്നിവർക്കൊപ്പം എത്തിയാണ് സ്ഥാനാർത്ഥി പത്രിക സമർപ്പിച്ചത്. പഞ്ചായത്ത് ഭരണത്തിൽ ഏറെ പ്രതിസന്ധികളുണ്ടെന്നും പ്രതിപക്ഷത്തിനായി ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെന്നും UDF നേതാക്കളായ K. ശശിധരനും ബഷീർ ചെറിയാണ്ടിയും പറഞ്ഞു. പ്രതിപക്ഷമില്ലാത്ത ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ ഒരു ഭരണസമിതി എന്നതുകൊണ്ട് പഞ്ചായത്തിൻ്റെ ഭരണരംഗത്ത് വലിയ തോതിലുള്ള പോരായ്മകളുണ്ട് എന്ന് ജനങ്ങൾ തന്നെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് വന്നിട്ടുള്ളത്. എന്തായാലും ചെറിയൊരു കാലയളവിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അത് നാളുകളിൽ ഈ പഞ്ചായത്തിൽ ഒരു പ്രതിപക്ഷം ഉണ്ടാവുന്നതിനു വേണ്ടിയുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന തെരഞ്ഞെടുപ്പാണ്. ഈ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷമില്ല എന്ന് പറയുമ്പോൾ ഇത് തന്നെയായാലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് വോട്ടർമാരെ സമീപിക്കുന്നത്. UDFൻ്റെ വോട്ടുകൾ മാത്രമല്ല, നിഷ്പക്ഷമായ ആളുകളുടെ വോട്ടുകൾ നേടി ഒരു വൻ മത്സരം നടത്തിക്കൊണ്ട് വിജയിച്ചു വരും എന്ന് തന്നെയാണ് UDF കേന്ദ്രങ്ങളിലുള്ള പ്രതീക്ഷ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെൻസ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ ആയിക്കോട്ടെ. ഫാമിലി വെഡിംഗ് സെന്റർ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, തലശ്ശേരി, കണ്ണൂർ, കോഴിക്കോട്. അതെ, മണ്ഡലത്തിൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്താലേ പാർട്ടിക്ക് പുരോഗതി ഉണ്ടാകും. അങ്ങനെ നമ്മൾ ഒന്നും ചെയ്തില്ല എന്ന് പറയരുത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക വീടുകളിലും ടൈൽസ് ഇട്ട് കൊടുത്തു. എല്ലാ കൊല്ലവും ചെയ്തു കൊടുക്കാൻ നമ്മുടെ അടുത്ത് ഫണ്ട് വേണ്ടേ? ബഹളം നിർത്ത്. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഇത്തവണ ടൈലിടാത്ത എല്ലാ വീടുകളിലും ഇപ്രാവശ്യവും നമ്മള് ടൈല് വിരിച്ചു കൊടുക്കുന്നതായിരിക്കും. പോരെ? അല്ല പറ, ഇത്തവണ ABCന്റെ ഓഫർ ഉണ്ടല്ലേ? പിന്നല്ലാതെ. ABCയുടെ ഓഫർ ഉള്ളപ്പോ ഞാനിങ്ങനെ വാഗ്ദാനങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കും. അപ്പൊ ജയ് വിളിക്കേണ്ടത് മെമ്പർക്കല്ല, ABCക്കാ.
ABC ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു ABC മെഗാ സെയിൽ. ഇനി ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ ടൈലുകളും സാനിറ്ററി വെയറുകളും സ്വന്തമാക്കാം 1 പവൻ സ്വർണത്തിന്റെ വിലയിൽ. ലോകോത്തര ബ്രാൻഡുകൾ, ഏറ്റവും പുതിയ സ്റ്റോക്കുകൾ, അതിവിപുലമായ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവും കോംബോ ഓഫറും. ABC മെഗാ സെയിൽ. ഇനി ആദ്യം വാങ്ങാം, ലാഭത്തിൽ വാങ്ങാം. ഈ ഓഫർ ABC മൈ ഹോം, ABC സെയിൽസ് കോർപ്പറേഷൻ ഷോറൂമുകളിൽ മാത്രം ലഭ്യം. അമ്മ, കല്യാണത്തിന് ഇനി 10 ദിവസം കൂടി ഉള്ളൂ. നാളെയെങ്കിലും ഡ്രസ് വാങ്ങിച്ചില്ലെങ്കിൽ എങ്ങനെയാ? ഹേ ഗായു, ദാ എന്റെ പർച്ചേസ് എല്ലാം കഴിഞ്ഞു. നിന്റെ എന്തായി? നാളെ. ഇതാണ് എന്റെ വെഡിങ് സാരി. നോക്ക്, കാഞ്ചീപുരം എങ്ങനെയുണ്ട്? ഇതെന്റെ ബെസ്റ്റ് ഫ്രണ്ടിന്. മനസ്സ് കണ്ടറിയും ഇഷ്ടങ്ങൾ. സെഞ്ചുറി ഫാഷൻ സിറ്റി. സ്വപ്ന സമാനമായ ഫർണിച്ചർ ലോകം ടോപ്കോ ഫർണിച്ചർ ആൻഡ് ടോപ്കോ ഇന്റീരിയർ, ഗ്രാമത്തി, പള്ളൂർ. ഫർണിച്ചർ ലോകത്തെ സമ്പൂർണ്ണത കൊണ്ട് ജനമനസ്സുകൾ സ്വീകരിച്ച അതിവിശാലമായ ഷോറൂം. ഏതിനും ഫർണിച്ചറുകളും ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുവാൻ പ്രത്യേകം വിഭാഗങ്ങൾ. ഡൈനിങ് സെറ്റ്, സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റുകൾ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ മുതലായവ മിതമായ വിലയിൽ ലഭിക്കുന്ന പള്ളൂരിലെ ഏക സ്ഥാപനം. കല്യാണ അറകൾ, റൂമുകൾ എന്നിവ ഒരു ദിവസം കൊണ്ട് സെറ്റ് ചെയ്തു കൊടുക്കുന്നു. ഫർണിച്ചർ ലോകത്ത് പകരമില്ലാത്ത നാമധേയം ടോപ്കോ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം ടോപ്കോ ഇന്റീരിയർ, ദി കംപ്ലീറ്റ് ഡിസൈൻ ഗാലറി, ഗ്രാമത്തി, പള്ളൂർ. ഫോൺ 04902338 മൊബൈൽ 9846816762. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദ്യതയുമായി ഹോട്ടൽ നവരത്ന ഇൻ. സുഗന്ധവ്യഞ്ജന നഗരിക്ക് നവരത്ന പ്രൗഢി. രുചിപ്പെരുമയുടെ ആതിഥ്യ മര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം. സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, ചൈനീസ്, കോണ്ടിനെന്റൽ ഡിഷസ്. ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും. കോൺഫറൻസ് ഹാൾ, ഓഡിറ്റോറിയം സൗകര്യങ്ങൾ, വിശാലമായ പാർക്കിംഗ് സൗകര്യം. ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ, തലശ്ശേരി. ഫോൺ 9497360333. വാർത്തകൾ തുടരുന്നു. ഉപതിരഞ്ഞെടുപ്പ് നടക്കുന്ന പന്ന്യന്നൂർ പഞ്ചായത്തിലെ 3-ാം വാർഡിൽ മത്സരരംഗത്ത് NDAയും. പന്ന്യന്നൂർ പാത്തിയിൽ ശ്യാമള തലശ്ശേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടറേറ്റിലെത്തി പത്രിക സമർപ്പിച്ചു. പന്ന്യന്നൂർ പാത്തിയിൽ മോഹനന്റെ ഭാര്യയാണ് ശ്യാമള. ദിൽന, ദിൽഷ എന്നിവർ മക്കളാണ്. BJP മണ്ഡലം പ്രഭാരി സജീവൻ യേതുകുലം, കൂത്തുപറമ്പ് മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് ഒടക്കാത്ത്, മണ്ഡലം ട്രഷറർ ജിജേഷ് മോനാർത്ത് എന്നിവർക്കൊപ്പമെത്തിയാണ് പത്രിക നൽകിയത്. ക്ലർക്ക് സുരേഷ് പട്ടൻ പത്രിക സ്വീകരിച്ചു. BJPയുടെ ഭരണ നേട്ടങ്ങൾ ജനങ്ങൾക്കറിയാമെന്നും മുന്നേറ്റമുണ്ടാക്കാനാകുമെന്നും സജീവൻ യേതുകുലം പറഞ്ഞു. ദേശീയ പ്രസ്ഥാനമായിട്ടുള്ള BJP മുന്നോട്ട് വെക്കുന്ന വികസനത്തിന് പന്ന്യന്നൂരിലെ ജനത ഒന്നടങ്കം വോട്ട് ചെയ്യും എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിയും NDAയും കണക്കാക്കുന്നത്. അതുകൊണ്ട് ഈ 3-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ദേശീയ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി ശ്രീമതി ശ്യാമളയെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പൊന്ന്യം വെസ്റ്റ് കുണ്ടുചിറ കൊട്ടാരം ദേവസ്ഥാനം വൈരിഘാതകൻ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള കൊടിമര ഘോഷയാത്ര ഞായറാഴ്ച നടക്കും. ധ്വജപ്രതിഷ്ഠയ്ക്കായുള്ള കൊടിമരം ആയിത്തറ മമ്പ്രം മാവുള്ളച്ചാലിൽ ക്ഷേത്ര സമീപത്തു നിന്നും ഉച്ചയ്ക്ക് 2 മണിക്ക് ഘോഷയാത്രയായി ക്ഷേത്രത്തിലെത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കൊടിമരം ഞായറാഴ്ച ഉച്ചയ്ക്ക് 2-ന് പുറപ്പെട്ട് എരഞ്ഞോളി, ചുങ്കം, കിൻഫ്ര പരിസരത്ത് എത്തും. ഇവിടെ നിന്നും വാദ്യമേളങ്ങളുടെയും താലപ്പൊലിയുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ വൈകിട്ട് ദീപാരാധനയ്ക്ക് മുൻപായി ക്ഷേത്ര സന്നിധിയിലെത്തിക്കും. കൊടിമരം ക്ഷേത്രത്തിലേക്ക് കടന്നുപോകുന്ന വഴിയിലെ വീടുകളിൽ നിറദീപം തെളിയിച്ച് ഘോഷയാത്രയെ വരവേൽക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ശ്രീ പരമേശ്വരനും ശ്രീ പാർവതിയും ഒരേ പീഠത്തിൽ പ്രതിഷ്ഠിതമായതും അരയാൽ തറയിൽ ആഞ്ജനേയസ്വാമി കുടികൊള്ളുന്നതുമായ അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നായ കൊട്ടാരം ദേവസ്ഥാനത്ത് നാട്ടുകാരുടെയും വിവിധ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ അഭൂതപൂർവമായ നവീകരണ പ്രവർത്തികളാണ് നടന്നുവരുന്നതെന്നും സംഘാടകർ അറിയിച്ചു. ശ്രീ പരമേശ്വരനും പാർവതി ദേവിയും ഒരേ പീഠത്തിൽ കുടികൊള്ളുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് നമ്മുടെ ക്ഷേത്രം. 2004 മാർച്ചിൽ തന്ത്രി ബ്രഹ്മശ്രീ പത്മനാഭൻ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠ നടത്തപ്പെടുകയും നിത്യപൂജയും
അതുപോലെ തന്നെ വിശേഷ വഴിപാടുകളുമായി നടന്നു വരികയുമായിരുന്നു. 2017 ക്ഷേത്രത്തിൽ നവീകരണ ദർശനം നടക്കുകയും തുടർന്ന് നല്ല നിലയിൽ തന്നെ ചടങ്ങുകൾ നടത്തി വരികയുമായിരുന്നു. പിന്നീട് ക്ഷേത്രം ഒരു മഹാക്ഷേത്രമായി ഉയരുന്നതിൻ്റെ ഭാഗമായി നമ്മൾ ധ്വജപ്രതിഷ്ഠ നടത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനമെടുക്കുകയുണ്ടായി. സമീപഭാവിയിൽ തന്നെ ധ്വജപ്രതിഷ്ഠ നടത്തുവാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഷ്ഠാ ചടങ്ങിലേക്ക് മുന്നോടിയായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി അനുയോജ്യമായ ഒരു മരം കണ്ടെത്തുക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് ഈ കഴിഞ്ഞ മാസം ആ ലക്ഷ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ മരം ഘോഷയാത്രയായി നമ്മുടെ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് അടുത്ത ദൗത്യം. ഫെബ്രുവരി 9 ഞായറാഴ്ചയാണ് ആ ചടങ്ങ് നിർവഹിക്കാൻ ഉദ്ദേശിക്കുന്നത്. 2 മണിക്ക് ആയിത്തറ മമ്പറത്തു നിന്ന് പുറപ്പെട്ട് കൂത്തുപറമ്പ് കതിരൂർ വഴി ചോനാടം കിൻഫ്ര പരിസരത്ത് എത്തിച്ചേരുകയും അവിടെ നിന്ന് മുഴുവൻ ഭക്തജനങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടുകൂടി ചോനാടം കുണ്ടുചിറ വഴി നമ്മുടെ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരുകയാണ്. മാർച്ച് 27, 28, 29 തീയതികളിലാണ് ഇത്തവണത്തെ ആണ്ടുത്സവം. വാർത്താ സമ്മേളനത്തിൽ ട്രസ്റ്റ് സെക്രട്ടറി KP ഷാജി, ചെയർമാൻ U രഘുനാഥ്, രാജേഷ് ഉച്ചമ്പള്ളി, NB സരീൻ, MM സജിനാനന്ദ് എന്നിവർ പങ്കെടുത്തു. മൾട്ടിമീഡിയ ആർട്ടിസ്റ്റ് ഫോറത്തിന്റെ ഗ്രൂപ്പ് ചിത്ര പ്രദർശനത്തിന് കതിരൂർ ആർട്ട് ഗാലറിയിൽ തുടക്കമായി. വര എന്ന പേരിൽ 23 കലാപ്രവർത്തകർ വിവിധ മാധ്യമങ്ങളിൽ തയ്യാറാക്കിയ 45 രചനകളാണ് പ്രദർശനത്തിനുള്ളത്. ആശംസ ഈ പരിപാടിക്ക് അറിയിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞത് നിങ്ങളെയൊക്കെ അറിയിക്കുക. ഈ ചിത്രകാരന്മാരുടെ കൂട്ടായ്മ ഇപ്പോൾ സീത്ത് കുറേ കാര്യങ്ങൾ പറഞ്ഞു. കതിരൂർ ചിത്രകാരന്മാരുടെ ഒരു ഗ്രാമം, ചിത്രങ്ങളുടെ ഗ്രാമം. ഇപ്പോൾ നമ്മുടെ പിണറായി നാരായണൊക്കെ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ പിണറായി പഞ്ചായത്തുകാരനാണ്. ഞങ്ങളൊക്കെ പിണറായിയെ പറ്റി പറയുമ്പോൾ നമ്മൾ പറയും സഹകരണങ്ങളുടെ ഗ്രാമം എന്നാണ്. അതുപോലെ കതിരൂർ ചിത്രകാരന്മാരുടെ ഒരു ഗ്രാമമാണ്. അത് ആർക്കും അതിനെ മറച്ചു വെക്കാനോ അതിനെ ഇല്ലാതാക്കാനോ കഴിയില്ല. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പോലും ഇങ്ങനെ ഒരു ഗ്രാമം ഈ ചിത്രകാരന്മാർക്ക് ഇത്രമാത്രം പ്രാധാന്യം കൊടുത്ത് ഇത്രമാത്രം ആളുകൾക്ക് ചിത്രരചന പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ഗ്രാമം മറ്റെവിടെയുണ്ട് എന്ന് തോന്നുന്നില്ല. 10-30 വർഷമായിട്ട് 25-30 വർഷമായിട്ട് ഏകദേശം ഇത് കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. അതിലിപ്പോ ഞാൻ അവസാനമായിട്ട് ഇങ്ങനെ നമുക്കൊക്കെ നമ്മുടെ ജോലി തിരക്കിനിടയിൽ ഇതൊക്കെ പലതും കൈമോശം വന്നു പോകുന്ന ഒരു സമയമാണ്. അവസാനമായിട്ട് ഞങ്ങളുടെ ജില്ലാ കോടതി ഞങ്ങളെ 222 വർഷം. ശ്രീജിത്ത് ചോയൻ അധ്യക്ഷനായി. കതിരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP സനിൽ മുഖ്യാതിഥിയായി. അഡ്വക്കേറ്റ് KK രമേശ്, ഡോക്ടർ ഖലീൽ ചൊവ്വ, സെൽവൻ മേലൂർ, സുരേഷ് പാനൂർ എന്നിവർ സംസാരിച്ചു. ദില്ലിയിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുത്ത NCC കാഡറ്റിന് സ്വീകരണം നൽകി. തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് നാസിലിനാണ് സ്കൂൾ PTA നേതൃത്വത്തിൽ പ്രൗഢമായ സ്വീകരണം ഒരുക്കിയത്. NCC, SPC, JRC കേഡറ്റുകളും അധ്യാപകരും വിദ്യാർത്ഥികളും നാസിലിനെ സ്വീകരിച്ചു. തുറന്ന ജീപ്പിൽ ഘോഷയാത്രയായി പഴയ ബസ് സ്റ്റാൻഡ് വഴി ആനയിച്ച് സ്കൂളിൽ എത്തിച്ചേർന്നു.
ഈ സന്തോഷത്തിൽ പങ്കുചേരുന്നു. തുടർന്ന് നടന്ന സ്വീകരണ ചടങ്ങിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ഡെന്നി ജോൺ ഉപഹാരം നൽകി. നമ്മുടെ സ്കൂളിൽ നിന്ന് ഒരു വ്യക്തിക്ക് അതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളത് സ്കൂളിൻ്റെ യശസ്സ് ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ്. അതിന് പിന്നിൽ ഒത്തിരി അധ്വാനമുണ്ട്. മുഹമ്മദ് നാസിൽ തന്നെ ഇതിനു വേണ്ടി ഒത്തിരി അധ്വാനിച്ചിട്ടുണ്ട്. പല തലങ്ങളിൽ പല പരീക്ഷകൾ പാസ്സായതിൻ്റെ പേരിലാണ് ഇങ്ങനെ ഒരു പോയിൻ്റ് നല്ല കരസ്ഥമാക്കി ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചത്. അതിനുവേണ്ടി അധ്വാനിച്ച, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച പോൾ ജസ്റ്റിൻ സാറും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തകരും, മുഹമ്മദ് നാസിൻ്റെ മാതാപിതാക്കളും അവർക്കെല്ലാവർക്കും അഭിനന്ദനങ്ങൾ, ആശംസകൾ നേരുകയാണ്. അതോടൊപ്പം തന്നെ ഈ മക്കൾക്ക് ഇനി ഈ ഗ്രൂപ്പിലുള്ള മക്കൾക്കും വരുവാനിരിക്കുന്ന തലമുറയ്ക്കും മുഹമ്മദ് നാസിലൊരു മാതൃകയായിരിക്കുകയാണ്. നിങ്ങളത് കണ്ടുപഠിച്ച് ഇനി കൂടുതൽ മക്കൾ ഇങ്ങനെയുള്ള പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ മംഗളങ്ങളും നേരുകയാണ്. സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ മുഹമ്മദ് നാസിലിന് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുകയാണ്, കുടുംബത്തിന് നന്ദി അറിയിക്കുകയാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് CG അരുൺ അധ്യക്ഷനായി. പ്രധാനാധ്യാപകൻ CR ജെൻസൺ, മാനേജർ ഫാദർ മാത്യു തൈക്കൽ, NCC ഓഫീസർ പോൾ ജസ്റ്റിൻ, ബൈജു മാത്യു എന്നിവർ സംസാരിച്ചു. മുഹമ്മദ് നാസിൽ റിപ്പബ്ലിക് ദിന ദില്ലി പരേഡ് അനുഭവങ്ങൾ പങ്കുവച്ചു. കേരള ബാഡ്മിന്റൺ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന കേരള സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന് തുടക്കമായി. കക്കാട് ഡ്രീം ബാഡ്മിന്റൺ അറീനയിൽ 6 ദിവസത്തെ ടൂർണമെന്റാണ് നടക്കുന്നത്. സിറ്റി പോലീസ് കമ്മീഷണർ P. നിതിൻ രാജ് ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ലക്ഷ്യസ്ഥാനവും അതിലേക്കെത്താനുള്ള വഴിയുമാണ് കായിക താരത്തിന് ഏറ്റവും പ്രധാനമെന്ന് കമ്മീഷണർ പറഞ്ഞു. എന്തുകൊണ്ടൊരു പുതിയ ടെക്നിക്, പുതിയ രീതി പരീക്ഷിച്ചുകൂടാ എന്ന രീതിയിൽ നിന്നാണ് ഇന്ന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ള ഓസ്ബറി ഫ്ലോപ്പ് എന്ന രീതിയിലേക്ക് ഉള്ള ഒരു ജമ്പിംഗ് ടെക്നിക്സ് അദ്ദേഹം സ്വീകരിക്കുന്നത്. നേരെ ചാടി നേരെ തല ആദ്യം മുന്നിലോട്ട് പോയി ചാടുന്ന ഒരു രീതിയാണ് ഇന്ന് ഹൈ ജമ്പിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിരിക്കുന്ന ഒരു രീതിയാണ്. പക്ഷെ അങ്ങനെ പുതിയ രീതി പരീക്ഷിക്കുന്ന സമയത്ത് അത്രയും സ്വീകരിക്കാമായിരുന്നില്ല ആദ്യം എന്നുള്ളിടത്ത് നിന്ന് അത് സ്വയമേവ പരീക്ഷിച്ച് പിന്നീട് ചരിത്രത്തിന്റെ ഭാഗ്യമാക്കി മാറ്റാൻ ഓസ്ബറിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഏത് കായിക വിനോദത്തിലാണോ അല്ലെങ്കിൽ കായിക ഇനത്തിലാണോ നമ്മൾ താല്പര്യം പ്രകടിപ്പിക്കുന്നത് അതിലോട്ടുള്ള നമ്മുടെ ആത്മാർത്ഥത്തിന്റെ വലിയ തെളിവായിട്ട് വേണം നമ്മൾ അത്തരത്തിലുള്ള ഒരു കാര്യത്തെ കാണാൻ. ഈ കോർട്ടിൽ നിങ്ങളുടെ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു സ്റ്റൈലിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ വേണ്ടി കഴിയട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ജില്ലാ ബാഡ്മിന്റൺ അസോസിയേഷൻ പ്രസിഡന്റ് അബ്ദുൾ അസീസ് അധ്യക്ഷനായി. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 14 ജില്ലകളിൽ നിന്നുള്ള 420 മത്സരാർത്ഥികളാണ് ചാമ്പ്യൻഷിപ്പിൽ മാറ്റുരയ്ക്കുന്നത്. ആദ്യമായാണ് സീനിയർ വിഭാഗം ചാമ്പ്യൻഷിപ്പിന് കണ്ണൂർ ആതിഥേയത്വം വഹിക്കുന്നത്. ദേശീയ സ്കൂൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഉൾപ്പെടെ മത്സരിച്ചിട്ടുള്ള കായിക താരങ്ങൾ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. സബ് ജൂനിയർ വിഭാഗത്തിലെ മത്സരങ്ങളുടെ ഫൈനലുകൾ ഫെബ്രുവരി 6 നടക്കും. 7, 8 തീയതികളിൽ ജൂനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും 9, 10 തീയതികളിൽ സീനിയർ വിഭാഗത്തിന്റെ മത്സരങ്ങളും നടക്കും. 12 അംഗ ടെക്നിക്കൽ ടീമാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത്. വിജയികൾക്ക് 1.5 ലക്ഷം രൂപ ക്യാഷ് അവാർഡായി ലഭിക്കും. കുട്ടികളുടെ ഫോർവേഡ് മാർച്ചോടുകൂടിയാണ് പരിപാടി ആരംഭിച്ചത്. കിയാൽ MD C. ദിനേശ് കുമാർ മുഖ്യാതിഥിയായി. PRD കണ്ണൂർ മേഖല ഡെപ്യൂട്ടി ഡയറക്ടർ EK പത്മനാഭൻ, ബാക്സ് ക്ലബ് പ്രസിഡന്റ് K. രാംദാസ്, ഓർഗനൈസിംഗ് കമ്മിറ്റി ജനറൽ കൺവീനർ PK ജഗന്നാഥൻ, കണ്ണൂർ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി KP പ്രജീഷ് എന്നിവർ സംസാരിച്ചു. പരിപാടിയെ തുടർന്ന് കമ്മീഷണറും കിയാൽ MDയും മത്സരാർത്ഥികളുമായുള്ള സൗഹൃദ മത്സരവും അരങ്ങേറി. ഫെബ്രുവരി 10 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. തലശ്ശേരിയിലെ ആഘോഷങ്ങൾ ഏതുമാവട്ടെ, അവയെല്ലാം വർണ്ണാഭമാക്കുന്ന ഒരു പേരുണ്ട്: ലോറൽ ഗാർഡൻ. ആഘോഷങ്ങൾ പലതാണ്. അതുകൊണ്ട് തന്നെ വൈവിധ്യമാർന്ന പാക്കേജുകളാണ് ലോറൽ ഗാർഡൻ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത്. കല്യാണം, റിംഗ് എക്സ്ചേഞ്ച്, റിസപ്ഷൻ എന്നിവയ്ക്കായി വ്യത്യസ്തമായ പാക്കേജുകളുണ്ട്. ലോറൽ ഗാർഡൻ, ഉസൻമൊട്ട, ന്യൂ മാഹി, തലശ്ശേരി.
Bobby Chamanur International Jeweler. PK In-Store Chokli Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കൊരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. കേരള NGO യൂണിയൻ 62ാം തലശ്ശേരി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ വനിതാ ജീവനക്കാർ രക്തദാനം ചെയ്തു. തലശ്ശേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെബ്രുവരി 16-നാണ് ഏരിയ സമ്മേളനം നടക്കുക. യൂണിയൻ ജില്ലാ സെക്രട്ടറി N. സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ജമീല, സംസ്ഥാന കമ്മിറ്റി അംഗം K. രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജയരാജൻ കാരായി എന്നിവർ സംസാരിച്ചു. ഏരിയ പ്രസിഡന്റ് രമ്യ കേളോത്ത് അധ്യക്ഷയായി. ഏരിയ സെക്രട്ടറി ജിതേഷ് P. സ്വാഗതവും വനിതാ സബ് കമ്മിറ്റി കൺവീനർ പ്രീത സ്റ്റാൻലി നന്ദിയും പറഞ്ഞു. മതമൈത്രിയുടെ സന്ദേശവുമായി കരിയാട് കൊല്ലറത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര താലപ്പൊലി ഘോഷയാത്ര. യാത്രാമധ്യേ പുനത്തിൽപ്പള്ളി പരിസരത്ത് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശീതളപാനീയങ്ങൾ നൽകി ഘോഷയാത്ര അംഗങ്ങളെ സ്വീകരിച്ചു. കരിയാട് കൊല്ലറത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര താലപ്പൊലി ഘോഷയാത്ര മതമൈത്രിയുടെ കൂടെ സന്ദേശം ഓതുന്നതാണ്. പഞ്ചവാദ്യത്തിനൊപ്പം ദഫമുട്ട്, കോൽക്കളി, ഉറുമിപ്പാറ്റ്, സത്യക്കുട, കാവടിയാട്ടം എന്നിവയും ഘോഷയാത്രയിൽ അണിനിരന്നു. DJ ബാൻഡ്, ഡാൻസ് മുതൽ നിരവധി കലാപ്രകടനങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ ഉണ്ടായി. ഘോഷയാത്ര പുനത്തിൽപ്പള്ളി പരിസരത്തെത്തിയപ്പോൾ പോക്കർ കക്കാടിന്റെയും മഹല്ല് കമ്മിറ്റി അംഗങ്ങളായ മൊയ്തു തനീം, റഫീഖ്, മുസ്തഫ ഐരോളി, അബ്ദുള്ള, മുനീർ കുറ്റിക്കാട്ടിൽ, ഷാമിൽ എന്നിവരുടെയും പ്രദേശത്തെ സാംസ്കാരിക സംഘടനയായ PP ഗൈസ്, മാസ്റ്റേഴ്സ് മൈൻഡ്, ലാഡർ ബോയ്സ് എന്നീ സംഘടനകളുടെ പ്രവർത്തകരും ചേർന്ന് ഘോഷയാത്രയിലെ കലാകാരന്മാർക്കും ഭക്തജനങ്ങൾക്കും ശീതളപാനീയങ്ങൾ നൽകി സ്വീകരിച്ചു. സംഘാടകരായ PK രാജൻ, ജയമോഹൻ, ബ്രജേഷ് എന്നിവർ നന്ദി പറഞ്ഞു. വടക്കുംപാട് കാളിയിൽ പുളിഞ്ഞോളി ഭഗവതി ക്ഷേത്ര തിറമഹോത്സവം സമാപിച്ചു. 4 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്.
വൈകിട്ട് വെള്ളാട്ടവും കരുണയും, രാത്രി 11 മണിക്ക് കുളിച്ചെഴുന്നള്ളത്ത്, തിരുമുറ്റത്ത് പ്രവേശിക്കൽ, കലശം വരവ്, മേലേരി പ്രദക്ഷിണവും നടന്നു. പുലർച്ചെ മുതൽ ഗുളികൻ, ബപ്പൂരൻ, ശാസ്തപ്പൻ, അങ്കക്കാരൻ, ഗണ്ടാകർണൻ, ചെറിയ തമ്പുരാട്ടി, ഇളയടത്ത് ഭഗവതി, വലിയ തമ്പുരാട്ടി എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടായി. നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി. പൊന്ന്യം ചുണ്ടങ്ങാപ്പൊയിൽ കടമ്പിൽ കുട്ടി ശാസ്തപ്പൻ ക്ഷേത്രം ആണ്ടുതിറ മഹോത്സവം സമാപിച്ചു. 3 ദിവസങ്ങളിലായി നടന്ന മഹോത്സവത്തിൽ നിരവധി ഭക്തർ പങ്കാളികളായി. പുലർച്ചെ മുതൽ ഗുളികൻ, ഗണ്ടാകർണൻ, കുട്ടിശാസ്തപ്പൻ, കാർണവർ, നാഗകന്യക, പോർക്കലി ഭഗവതി, വസൂരിമാല എന്നീ തെയ്യങ്ങൾ കെട്ടിയാടി. ഉച്ചയ്ക്ക് പ്രസാദ സദ്യയും ഉണ്ടായി. വൈകിട്ട് ഗുരുസി തർപ്പണവും നടന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. സാമൂഹിക മാറ്റത്തിൽ കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ നിർണായക പങ്ക് വഹിക്കുന്നുണ്ടെന്ന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ. കേരള വിഷൻ കോർപ്പറേറ്റുകളുടെ ചൂഷണം തടഞ്ഞതായും സ്പീക്കർ. COA സംസ്ഥാന കൺവെൻഷന് തുടക്കം. പകുതി വിലയ്ക്ക് സ്കൂട്ടർ എന്ന വാഗ്ദാനത്തിൽ കുടുങ്ങി കണ്ണൂർ ജില്ലയിൽ മാത്രം പണം നഷ്ടമായത് 2000-ലധികം പേർക്ക്. 60,000 രൂപ അടച്ചാൽ 1.25 ലക്ഷത്തിന്റെ ഇരുചക്രവാഹനം. ഇതായിരുന്നു വാഗ്ദാനം. കണ്ണൂർ മുഴപ്പിലങ്ങാട് സ്വദേശിയായ 19-കാരി കർണാടകയിലെ നഴ്സിംഗ് കോളേജിൽ തൂങ്ങി മരിച്ച നിലയിൽ. മരിച്ചത് കടവ് റോഡിന് സമീപത്തെ അനാമിക. ധർമ്മടം അണ്ടല്ലൂർക്കാവ് തിറ മഹോത്സവത്തിന്റെ വരവറിയിച്ച് മൺകലങ്ങളുമായി വിൽപ്പനക്കാരെത്തി. ഉത്സവം ഫെബ്രുവരി 13-ന്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.